ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ടൈംലെസ് ആണ്. നിങ്ങളുടെ കൈകളിൽ എപ്പോൾ കിട്ടുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ്. മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. നമുക്കിത്രയും പറയുന്നതോടൊപ്പം നമ്മുടെ ജനറൽ റീഡിങ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ കാണുന്ന എല്ലാ ആളുകളുടെയും ഇവിടെ കമൻ്റ് ഇടുന്ന അല്ലെങ്കിൽ പിന്നെ ഇത് കാണുന്ന പബ്ലിക് വരെ ഉൾപ്പെടെ എല്ലാവർക്കും ഉള്ള ഒരു റീഡിംഗ് ആണിത്. അതുകൊണ്ടാണ് നിങ്ങളുടേതാണെങ്കിൽ കാണുക, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഒരു റീഡിംഗ്, അക്യുറേറ്റ് റീഡിംഗ് വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുത്തിട്ട് അത് കാണണം. അതിനാണ് നമ്പർ കൊടുക്കുന്നത്. ഓക്കെ, അതിന് പേയ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് വാട്സപ്പിൽ വരണം, എന്നാൽ ഡീറ്റെയിൽ തരാമെന്ന് പറയുന്നത്. കാരണം വെച്ചാൽ വിളിച്ചാൽ എനിക്ക് ചിലപ്പോൾ തിരക്കായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഞാൻ വ്യക്തമായി പറയുന്നത് ഇനിയെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ചാനൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർ ചെയ്ത് കാണണം. നമുക്കിത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് നമുക്ക് 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 7 ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എന്നാണ്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പല ഓപ്ഷനുണ്ട് നമ്മുടെ ലൈഫിൽ വരാനുള്ളത്. പല ഓപ്ഷനാണ്. എന്തൊക്കെയാണ് പല ഓപ്ഷൻ എന്ന് പറയുന്നത്? അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ ഓപ്ഷൻസ് ആകാം, നമുക്ക് കരിയറിലെ ആകാം, ഫിനാൻസ് ആകാം, നമ്മളുടെ ലൈഫിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇവിടെ നമ്മൾ ഇമോഷണൽ നീഡ്സ് ആണ് പറയുന്നത്. അപ്പോൾ ആ ഇമോഷണൽ നീഡ്സിന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു കരിയറിൻ്റെ അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഓപ്ഷന് വേണ്ടി പോയിരിക്കുന്നു എന്നാണ്. കാരണം ഇവിടെ മണിയാണ് ഉദ്ദേശിക്കുന്നത്, ഫിനാൻസാണ്. മനസ്സിലായില്ലേ? മെറ്റീരിയലിസ്റ്റിക് ആൻഡ് ത്രൈവിങ് ലവ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന. അപ്പം നിങ്ങളുടെ ലവ് എന്ന് പറയുന്നത് പിന്നെ എന്താണെങ്കിലും അത് നമുക്ക് നോക്കിയിട്ട് പറയാം. എന്താണെങ്കിലും സാമ്പത്തികം ഇവിടെ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി പോയൊരു വ്യക്തി, സാമ്പത്തികമാണ് ഇവിടുത്തെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കേട്ടോ. അപ്പോൾ അതിനു വേണ്ടിയാണ് പോയിരിക്കുന്നത്. നിങ്ങളുടെ ലവ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലവ് എന്ന് പറഞ്ഞാൽ അത് രണ്ടുപേരുടെയും എനർജിയാണ് പറയുന്നത്. കിങ് ഓഫ് സ്വോർഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, ദ ചെരിയോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ദ കിങ് ഓഫ് സ്വോർഡ്സ് എന്ന് പറഞ്ഞാൽ ഹോണസ്റ്റ് ആൻഡ് ഡിസിപ്ലിൻഡ് ലവ് എന്നാണ്. ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സത്യസന്ധമായ, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലവ് ആണ് ഇത്. വളരെ അധികം പിന്നെ വളരെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും പോകുന്ന ആളുകളുടെ ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത്. കോൺസിസ്റ്റൻറ്റ് ആൻഡ് കൈൻഡ് ലവ് ആണ്. നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കരമായ സ്നേഹമാണ് നിങ്ങളോട്, നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയോടും വളരെ ഒരു കൈൻഡ് ഹാർട്ടഡ് ലവ് എന്ന് തന്നെ നമുക്കിവിടെ പറയാം. ഓക്കെ, അതെന്താണ് എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക അവസ്ഥയുടെ ചെറിയ ഒരു എന്താ പറയുക, അതിന് നിങ്ങളെക്കാൾ കുറച്ചൊരു താഴെയാണ്, അപ്പോൾ നിങ്ങളെക്കാൾ മുകളിൽ സാമ്പത്തികം എത്തിക്കണം എന്ന ചിന്ത ഇവിടെയുണ്ട്. കാര്യം നിങ്ങളുടെ സ്നേഹം, നിങ്ങൾക്ക് വളരെ ഒരു സ്നേഹവും വളരെ ആദരവുമുള്ള ബന്ധമാണ് നിങ്ങൾക്ക് അന്യോന്യം. പക്ഷേ ഇവിടെ ഇങ്ങനെയാണ്, അതിനു വേണ്ടിയാണ് പോയിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ദ ചെരിയോട്ട് വന്നിട്ടുണ്ട്, ഡിറ്റർമൈൻഡ് ആൻഡ് സക്സസ്ഫുൾ ലവ്. ഈ വളരെ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. പക്ഷേ സക്സസ് ആകണമെങ്കിൽ സാമ്പത്തികം വേണം. കാരണം നിങ്ങളുടെ ഒരു പക്ഷേ ഇവിടെ ഫാമിലിയുടെ എന്തെങ്കിലും ഇടപെടലൊക്കെ വന്നിട്ടുണ്ടാവും. സാമ്പത്തികം കുറവുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ബന്ധത്തെ ഒന്ന് കുറച്ച് കാണിക്കാനും അത് വേണ്ട എന്ന് പറയാനും ഒക്കെ ഉള്ള ഒരു അവസ്ഥ ഇവിടെ വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര കാര്യമായിട്ട് ഈ സാമ്പത്തികം അന്വേഷിച്ചു കൊണ്ടുള്ള ഒരു പോക്ക് എന്ന് പറയുന്നത് കേട്ടോ. 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വെപ്രാളത്തിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ അതിൻ്റെ തിരക്കുകളുണ്ടല്ലോ. സാമ്പത്തികം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളൊന്നുമല്ല.
അല്ലേ? സാമ്പത്തികം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. സാമ്പത്തികം ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം അങ്ങനെ പോയ സമയത്ത് ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്തു. നിങ്ങൾക്കെന്നാണ് കാണിക്കുന്നത്, നിങ്ങളുടെ ഒരു എനർജിയാണ് ഇവിടെ. നിങ്ങൾക്ക് വളരെ ഒരു എംപ്റ്റിനെസ് വന്നു. അവിടെ ഒരു ക്രോസ് റോഡിൽ നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പിന്നെ അപ്പം നിങ്ങൾ വിളിക്കാനൊക്കെ തുടങ്ങിക്കാണും. നിങ്ങളെ പിന്നെ അത് നമ്മൾ സ്വാഭാവികമായിട്ട് വരുന്ന ലവേഴ്സിൻ്റെ ഇടയിൽ സ്വാഭാവികമായിട്ട്, ഇനി റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും, ഇനിയിപ്പോൾ മാരീഡ് ആയ ആൾക്കാരാണെങ്കിലും ശരി, എന്ത് ബന്ധമാണെങ്കിലും നമ്മളിപ്പോൾ ഒരു കുറച്ച് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കേട്ടില്ലെങ്കിൽ, ശബ്ദം കേട്ടില്ലെങ്കിലൊക്കെ നമുക്ക് വളരെ ഡിസ്റ്റർബ് ആവും, അല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കും. അത് ഇവിടെ ബുദ്ധിമുട്ടായി എന്നുള്ളത് കാണിക്കുന്നു. കാരണം വെച്ചാൽ സമയത്തിന് ഫോൺ എടുക്കാൻ കഴിയാതെ വരും. അപ്പോൾ അതാണ് എപ്പോഴും പറയുന്നത്, ഓരോരുത്തരുടെയും സാഹചര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മളുടെയൊക്കെ ചില പെരുമാറ്റ രീതികൾ എന്ന് പറയുന്നത്. സാഹചര്യം മനസ്സിലാക്കാതെയാണ്. അവിടെയാണ് വിള്ളലുകൾ വരുന്നത്. നമ്മുടെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കണം, അല്ലേ? അതിപ്പം ഹി ഓർ ഷീ ആരായാലും ശരി, ഒരു നല്ല ജോലിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഏർപ്പെടുന്ന വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ തലപോഞ്ഞ് ഭയങ്കര സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്ന ആ ഒരു സമയത്ത് വിളിച്ചാൽ ഒരുപക്ഷെ ഫോൺ എടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല, ചിലപ്പോൾ മെസ്സേജിന് റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ കുറച്ചൊരു ഡിസ്റ്റർബിങ് വന്നിരിക്കുന്നു എന്നാണ്. ഇവിടെ ഒരു അൺഫെയ്ത്ത്ഫുൾ ആൻഡ് മാനിപ്പുലേറ്റീവ് ലവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പോയി ഇരിക്കുന്നു നിങ്ങളുടെ വ്യക്തി. അത് കാരണം ഇവിടെ വിളിയും പറച്ചിലും ഒന്നുമില്ല, മെസ്സേജില്ല. അങ്ങനെയൊക്കെയുള്ള ആ സിറ്റുവേഷനിൽ ഇവിടെ ഒരു വിശ്വാസക്കുറവ് വന്നിരിക്കുന്നു എന്നാണ്. മനസ്സിലായില്ലേ? വിശ്വാസക്കുറവ് വന്നിരിക്കുന്നു. മാനിപ്പുലേറ്റീവ് ലവ് ഇവിടെ വന്നിരിക്കുന്നു. മാനിപ്പുലേറ്റീവ് ലവ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു നിങ്ങൾക്ക് സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധത്തിൽ എന്തെല്ലാം സംഭവിക്കാമോ അതൊക്കെ അവിടെ വന്നിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അടുത്ത കാർഡ് വന്നിരിക്കുന്നത് 6 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഓവർകമ്മിങ് ആൻഡ് മൂവിങ് ഫോർവേഡ്. അപ്പോൾ ഇത് ഓവർകം ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചിട്ടും സാധിച്ചില്ല എന്ന് കണ്ടപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു, കുറച്ച് നാളത്തേക്ക് മാറി നിന്നു എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി അടുത്ത കാർഡ് എന്താ, നമുക്ക് നോക്കട്ടെ എന്താ കാർഡ് കിട്ടുക എന്ന് നോക്കട്ടെ. ജസ്റ്റ് 1 മിനിറ്റ്. ദ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. ബാലൻസ്ഡ് ആൻഡ് ബ്ലിസ്ഫുൾ ലവ്. അപ്പോൾ നിങ്ങൾ ബാലൻസ് ചെയ്തിരിക്കുന്നു. ടെമ്പറൻസ് ആണ്, ക്ഷമയുണ്ട്, ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നാണ്. ക്ഷമയോടെ കാത്തിരിക്കുന്നു. കുറച്ചൊന്ന് മോൺ ചെയ്തു എന്നിവിടെ പറയുമ്പോൾ നിങ്ങളങ്ങ് ഇറങ്ങിപ്പോയി എന്നല്ല. അത് നിങ്ങൾ കുറച്ചൊന്ന് ഓവർകം ചെയ്യണം ഇതിനു വേണ്ടി. കാരണം വെച്ചാൽ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ സ്ട്രെസ് ഉണ്ടല്ലോ, ഈ സ്ട്രെസ് ഇങ്ങനെ തുടർന്നാൽ എനിക്ക് പലതൊക്കെ സംഭവിച്ചു പോകും. എന്നുവെച്ചാൽ നമുക്ക് മാനസികമായിട്ട് തകർന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഭ്രാന്ത് പിടിക്കുന്ന മാതിരിയൊക്കെയാണ് നമുക്ക് പിന്നെ ഫീൽ ചെയ്യുന്നത്. അത്രയധികം സ്നേഹത്തിലിരുന്ന ആളുകളുമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ ബാലൻസ്ഡ് ആൻഡ് ബ്ലിസ്ഫുൾ ലവ്, അനുഗ്രഹിക്കപ്പെട്ട ബന്ധമാണിത്. അതറിയാവുന്നത് കൊണ്ട് തന്നെ അവരത് ബാലൻസ് ചെയ്യാൻ നിങ്ങളുടെ എനർജിയാണ് കേട്ടോ, നിങ്ങളുടെ എനർജിയുമാണ് ഇത്, അവരുടെ എനർജി രണ്ടുപേർക്കും വരാം, ബാധകമാണ്. കാരണം വെച്ചാൽ നിങ്ങളിത് വളരെ ബാലൻസ്ഡ് ആക്കാൻ ശ്രമിച്ചു. ബ്ലിസ്ഫുൾ ആയിട്ട് നിങ്ങൾ ഉള്ള അനുഗ്രഹിക്കപ്പെട്ട അല്ലെങ്കിൽ അതേമാതിരിയുള്ള ഒരു ബന്ധമാണെന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നിങ്ങൾ അതിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മൗനമായിട്ടിരുന്നു. സെൽഫ് ലവിലേക്ക് പോയി എന്ന് കാണിക്കുന്നു. ആ സെൽഫ് ലവിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരുപാട് ലെസൺസ് പഠിക്കാനുണ്ട് നമുക്കിവിടെ. ഈ സെൽഫ് ലവിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ചുമ്മാതെ അങ്ങ് നമ്മൾ പോവുകയല്ല. നമ്മൾ സെൽഫ് ലവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം ഞാൻ നോക്കി ജീവിക്കട്ടെ, അങ്ങനെ മാത്രമല്ല. നമ്മളിവിടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ കിടക്കുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ, ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചേഞ്ച് വരാൻ. അപ്പം നിങ്ങളിലെ ട്രാൻസ്ഫോർമേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അത് രണ്ടു കൂട്ടർക്കും ബാധകമാണ്. ജീവിതത്തിൻ്റെ ചില സമയത്തെ ഒരു സന്നിഗ്ധമായ ഘട്ടങ്ങളുണ്ട്. നമ്മളുടെ സന്നിഗ്ധമായ ആ ഘട്ടങ്ങളിൽ ആണ് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്.
നമ്മുടെ ഭാഗത്ത് എത്രമാത്രം ശരിയുണ്ട്, നമ്മുടെ ഭാഗത്ത് എത്രമാത്രം തെറ്റുണ്ട് എന്ന് ബോധ്യം വരുന്ന സമയങ്ങളാണ് അതൊക്കെ. എനിക്ക് കുറച്ചുകൂടി ക്ഷമിക്കാമായിരുന്നു, ഞാൻ എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് എന്നത് തിരിഞ്ഞു ചിന്തിക്കുകയാണ് നമ്മളുടെ ഈ ഉള്ളിലേക്ക് തിരിയുകയാണ്. എനിക്കും എൻ്റെതായ റോളുണ്ട് ഇതിനകത്ത്. കാരണം ഞാനെപ്പോഴും വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തോണ്ട്, ഞാൻ ഉത്കണ്ഠ കൊണ്ടാണ് വിളിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയെന്നൊക്കെ നമുക്കിവിടെ പറയാം. പക്ഷേ അപ്പുറത്തെ സാഹചര്യം എന്തായിരുന്നു എന്ന് പോലും അറിയാതെയാണ് നമ്മളിവിടെ ഈ കാട്ടിക്കൂട്ടുകളൊക്കെ കൂട്ടുന്നത്. അവസാനം അത് കുറച്ചൊന്ന് ഓവർകം ചെയ്യണമെന്ന് തോന്നിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ നമ്മളിതിനെ പറയുന്നത് എന്താണ്, എപ്പോഴും പറയേണ്ട റണ്ണറും ചേസറും അല്ലേ. അപ്പം മറ്റൊരു റണ്ണറാണ് ഓടി, കാരണം അവർക്ക് അതിന് സമയം കിട്ടണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചേസ് ചെയ്തുകൊണ്ടിരുന്ന് മടുത്തിട്ട് അവസാനം എന്തായി, നമ്മളിലേക്ക് തിരിഞ്ഞു. നമ്മളിലേക്ക് തിരിഞ്ഞത് സ്നേഹക്കുറവ് കൊണ്ടല്ല, പക്ഷേ നമുക്കിവിടെ അങ്ങനെ പറ്റുള്ളൂ, ആ സമയത്ത് നമുക്കതല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, നമ്മുടേതായ കുറച്ച് ഇപ്പോൾ കരിയറിലാണെങ്കിലും ശരി, ഫിനാൻസിൻ്റെ കാര്യമാണെങ്കിലും ശരി, ഫാമിലിയുടെ കാര്യമാണെങ്കിലും നമ്മുടേതായ കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം പിന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അല്ലെ ശ്രമിക്കുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ ചേഞ്ചിനും കൂടി അവിടെ ഒരുങ്ങുകയാണ്. വഴി ഒരുക്കുകയാണ് ഡിവൈൻ എന്ന് പറയാം. ഒരുങ്ങുക മാത്രമല്ല, വഴി ഒരുക്കുകയാണ്. അത് ഡിവൈനാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്കൊരു 15 വയസ്സുള്ള സമയത്തുള്ള ചിന്തകളാണോ ഒരു 50 വയസ്സാകുമ്പോൾ വരുന്നത്? അല്ലല്ലോ. നമ്മൾ ആരെയൊക്കെയോ കണ്ടിട്ടാണ് ആദ്യകാലങ്ങളിൽ നമ്മൾ അവരെ അനുകരിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് അല്ലേ. എന്നാൽ ഒരു 50 വയസ്സ് 60 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേന്, അല്ലെങ്കിൽ ഒരു 45 വയസ്സൊക്കെ ഉള്ള ഒരു കുറച്ചും കൂടെ ഒരു പിന്നെ മച്യൂരിറ്റി ആവുന്ന ഒരു പ്രായം എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. 50 വയസ്സോ 60 വയസ്സോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മച്യൂരിറ്റി ആയിട്ടുള്ള ഒരു പ്രായം. ആ പ്രായത്തിൽ നമ്മളെന്ന വ്യക്തിയാണ് നമ്മൾ നോക്കുന്നത്. നമ്മളുടെ അഭിപ്രായം എന്താണ്, സത്യം എന്താണ്, നമ്മളുടെ വാക്കുകളാണ്. മറ്റുള്ളവൻ്റെ വാക്ക് കടമെടുക്കേണ്ട കാര്യമില്ല ഇവിടെ. ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതും അത് തന്നെയാണ്. ഇത്രയും പറയേണ്ടി വന്നത് അതുകൊണ്ടാണ് കേട്ടോ, സോറി. ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന സന്ദേശം എന്ന് നോക്കട്ടെ. നിങ്ങൾക്ക് ഒരു പിന്നെ എന്തായാലും ഇത്രയും വന്ന സ്ഥിതിക്ക് എന്താണ് നിങ്ങൾക്ക് ഡിവൈൻ തരുന്ന ഒരു സന്ദേശം? സോളിഡ് ആൻഡ് സെൽഫ് സഫിഷ്യൻറ്റ് ലവ് എന്നാണ്. എന്താണ് സോളിഡ് ആൻഡ് സെൽഫ് സഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ? വളരെ സോളിഡാകുന്ന പറഞ്ഞാൽ എന്താണ്, അവിടെ ഉറപ്പുള്ള ഒരു ബന്ധമാണ്. സോളിഡ് എന്ന് പറഞ്ഞാൽ ഖരവസ്തു, അവിടെ വളരെ ഉറപ്പുള്ള കാര്യമാണ്, ആ ബന്ധമാണ്. ആൻഡ് സഫിഷ്യൻറ്റ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വയം പര്യാപ്തത ഉള്ള ലവ് ആണ്. മറ്റൊരാളെ ആശ്രയിക്കാതെ കൊണ്ടുപോകാൻ കഴിയുന്ന ബന്ധം. അത് നിങ്ങളുടെ കരിയറാണെങ്കിലും ശരി, ഈ ഓപ്ഷൻ അന്വേഷിച്ചു പോയ ആളുടെ കരിയർ ആണെങ്കിലും ശരി, ഇവിടെ സെൽഫ് സഫിഷ്യൻറ്റ് ആകും എന്നാണ്, അല്ലെങ്കിൽ ആണ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി കാണും. നമ്മൾ വിചാരിക്കുന്ന മാത്രമല്ല ഈ ലൈഫിൽ, അതിന് മുകളിലായിട്ട് നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതം ചെയ്യേണ്ടത് ഡിവൈനാണ്. അപ്പോൾ നമുക്കിവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ? ജനറസ് ആൻഡ് ഫെയർ ലവ്. സാമ്പത്തികമൊക്കെ വന്നിട്ട് പിന്നെ ഇവിടെ ബാലൻസായിട്ട് വളരെ നല്ല ഒരു ഈ ബന്ധം തന്നെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്ത കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് അടിപൊളി, ഗ്രോയിങ് ആൻഡ് കോപ്പറേറ്റീവ് ലവ്. അപ്പോൾ നിങ്ങൾ ഇതേമാതിരി ആവുമെന്നാണ്, ഇത്രയും സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കുമെന്നാണ്. ഇത്ര സന്തോഷത്തോടു കൂടി ജീവിക്കുമെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് പോലെ അടിച്ച് പൊളിച്ച് ജീവിക്കുവാനുള്ള സാമ്പത്തികമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, സ്നേഹവുമുണ്ട് സാമ്പത്തികവുമുണ്ട് എങ്കിൽ പിന്നെ ബന്ധത്തിൻ്റെ ഒരു കാര്യം നമുക്ക് പറയണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ്. അപ്പോൾ ഫുൾഫിൽഡ് ആൻഡ് അബണ്ടൻറ്റ് ലവ് ആണ്. അപ്പം അതിനു വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ ഈ കുറച്ച് വിഷമങ്ങൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അനുഭവിച്ചത്. ഇതിപ്പോൾ പല ആളുകൾക്കും ഇത് പിന്നെ വിഷ് ഫുൾഫിൽമെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടാകാം. ചില ആളുകൾ പറയുന്നുണ്ടല്ലോ കമൻറ്റിൽ, എൻ്റെ വ്യക്തി തിരിച്ചു വന്നതിൽ പിന്നെ ഞാൻ നന്ദി പറയുന്നു പ്രപഞ്ചത്തോട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ അത് ഒരു അഫർമേഷനും ആകാം. എന്തായാലും ശരി, അങ്ങനെ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഇവിടെ ഇത് 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഫുൾഫിൽഡ് ആൻഡ് അബണ്ടൻറ്റ് ലവ് വന്നിരിക്കുന്നു എന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇത് കിട്ടാൻ പോകുന്നു. അതിന് വേണ്ടിയിട്ട് ഇത്തിരി ത്യാഗങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. ചില കാര്യങ്ങളിൽ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഡിവൈൻ നമ്മളെ പഠിപ്പിക്കും. ആ പഠിപ്പിക്കുന്നതിന് നമ്മൾ പിന്നെ തെറ്റ്
പിന്നെ 2 കൂട്ടരുടെ കയ്യിലും ഒക്കെ വരുമല്ലോ അല്ലേ. ഒരാളുടെ കൈകളിൽ മാത്രമാണോ? അപ്പം 2 കൈയും കൂടി പിന്നെ കൊട്ടിയാൽ മാത്രമേ ശബ്ദം കേൾക്കൂ എന്നൊക്കെ പണ്ട് കാരണവന്മാരൊക്കെ പറയുന്നത് കേൾക്കാമല്ലോ നമുക്ക്. അപ്പം നമ്മുടെ ഭാഗത്തുനിന്നും ഇതുപോലുള്ള ചെറിയ ചെറിയ തെറ്റുകൾ വരും. ആ തെറ്റുകളെ നമ്മൾ മനസ്സിലാക്കി തിരുത്തി പോവുക. നിങ്ങളുടെ ലൈഫ് ലാസ്റ്റ് ഫുൾഫിൽമെൻറ്റ് ആൻഡ് അബണ്ടൻറ്റ് ആയിട്ടുള്ള ഒരു ലവ് ആയിട്ട് മാറട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.